യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന എന്നെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവം സന്തോഷിക്കുന്നുണ്ട്. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, ദൈവത്തെ തേടുന്ന മനുഷ്യരുണ്ടോ എന്ന്. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ കയറ്റമൊക്കെ കയറുമ്പോൾ മനുഷ്യൻ കിതയ്ക്കും. ഇതുപോലെ പല മനുഷ്യരും പല പ്രതിസന്ധികളിലൂടെ നടന്ന് ജീവിതത്തിൽ വല്ലാതെ കിതയ്ക്കുന്നവരാണ്. അവർ വല്ലാതെ കിതയ്ക്കും. മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ജീവിതത്തിൽ കിതയ്ക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് നിങ്ങളോട് എല്ലാവരോടുമായി ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലെ വീട്ടിലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു പ്രാർത്ഥനയുണ്ടാകട്ടെ. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ മക്കൾ ദൈവവിശ്വാസത്തിൽ വളരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ലഭിക്കാനിടയാകട്ടെ. സമാധാനമുള്ള, സ്വസ്ഥതയുള്ളൊരു ജീവിതം, ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ ഇടയാകട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവകരങ്ങളിൽ, ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം, ആ വചനത്തെ ധ്യാനിക്കുമ്പം, ആ വചനം കേൾക്കുമ്പം നിങ്ങളുടെ നിയോഗവും ആവശ്യവും ആ വചനത്തോട് ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവിടെയാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. ഇന്ന് വായിക്കുന്ന വചനം 2 സാമുവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. ദാവീദ് അനുഭവിച്ച ഒരു വലിയ മനോദുഃഖം എഴുതിയിട്ടുണ്ട്. ദാവീദ് കരഞ്ഞതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദാവീദ് അനുഭവിച്ച ഒറ്റപ്പെടലിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 2 സാമുവേൽ 15-ാം അധ്യായം 30-ാമത്തെ വാക്യം, ദാവീദ് നഗ്നപാതകനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. ഒരു വിഷമാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അനുഭവിക്കുന്ന പോലെ ചില വേദനയും കണ്ണുനീരും സങ്കടവും ഒറ്റപ്പെടലുമൊക്കെ ദാവീദും അനുഭവിച്ചു. ദാവീദ് കാലിലൊരു ചെരുപ്പ് പോലും ധരിക്കാതെ നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. ജീവിതത്തിൽ കരയുന്നവരുണ്ട്. കരഞ്ഞുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ, ബസ് സ്റ്റാൻഡിലിരുന്ന് കരയുന്നവരെ കണ്ടിട്ടുണ്ട്. അടുക്കളയിൽ കരഞ്ഞുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നവരുണ്ട്. ഒറ്റയ്ക്ക് മുറി അടച്ച് കട്ടിലിനൊരു മൂലയ്ക്കിരുന്ന്, മേശയിൽ, കസേരയിലിരുന്ന് ഒക്കെ കരയുന്നവരുണ്ട്. പറമ്പിൽ പോയിരുന്ന് മാറിയിരുന്ന് കരയുന്നവരുണ്ട്. ചിലപ്പോൾ ഈ വാഹനമൊക്കെ, ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഒരു ഹെൽമെറ്റൊക്കെ ധരിച്ച് ആ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോവുക. ഹെൽമെറ്റ് വെച്ച് കരഞ്ഞ് വണ്ടി ഓടിക്കുന്നവർ, കരഞ്ഞ് ഭക്ഷണം പാകം ചെയ്യുന്നവർ, മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നവർ. ദാവീദ് കരഞ്ഞുകൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ളവരെല്ലാം തല മൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. അഹീതോഫെലും അബ്സലോമിൻ്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്നറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു. പലരും ഈ ഗൂഢാലോചനയിൽ ചേർന്ന് ദാവീദിനോടെതിരായി എന്നൊക്കെ അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു. വാശി കാണിച്ചു എന്നല്ല, ഉപദ്രവിച്ചു എന്നല്ല, ആക്രമിച്ചു എന്നല്ല, പ്രാർത്ഥിച്ചു എന്നാണ്. ചില വിഷമങ്ങളിൽ, ചില ഒറ്റപ്പെടലിൽ ചിലർ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കുകയല്ല,
നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, അഹീയോടും അവരുടെ ആലോചനകളും വ്യർത്ഥമാക്കണമേ. പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങൾ കരഞ്ഞുകൊണ്ട് ഒലിവുമല കയറിയപ്പം, പലതരത്തിൽ വേദന അനുഭവിച്ചപ്പം, ഒറ്റപ്പെട്ടപ്പോൾ, പലരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് അറിഞ്ഞപ്പം, അവരും എന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ, അവരും എന്നോട് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തത്, കൂടെ നിന്നോണ്ട് ഈ പണിയാണല്ലോ ചെയ്തത് എന്നൊക്കെ അറിഞ്ഞപ്പോഴും പ്രാർത്ഥിച്ചു എന്ന വാക്കുണ്ട്. നിങ്ങളും വിഷമത്തിലൂടെ, വേദനയിലൂടെ, കണ്ണുനീരിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമാണോ? ശപിക്കാതെ, ഭ്രാകാതെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉള്ളൊരുകി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, 2 സാമുവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. ഇങ്ങനെയൊക്കെ ജീവിതത്തിലുണ്ടായപ്പോഴേ പകരത്തിന് പകരം ചെയ്യാതെ, വാശിക്ക് വാശി ചെയ്യാതെ, ദേഷ്യത്തിന് ദേഷ്യം ചെയ്യാതെ പ്രാർത്ഥിച്ചപ്പം എന്താ ദൈവം പ്രാർത്ഥിച്ച ദാവീദിനോട് ദൈവം എന്നാ ചെയ്തത്? 22-ാം അധ്യായം 2 സാമുവേൽ 22-21 വാക്യം വായിക്കുകയാണ്. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. ഉറക്കെ അത് വായിക്കണം. അത് പലപ്പോഴായി ചിന്തിക്കണം. ദൈവം എനിക്ക് നീതിക്കൊത്ത പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. പ്രതിഫലം നൽകി, പകരം അനുഗ്രഹം നൽകി, എന്നെ അനുഗ്രഹിച്ചു. 22 കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. 25-ാമത്തെ വാക്യം, ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. 25-ാമത്തെ വാക്യം നോക്കിയേ. ആകയാൽ എൻ്റെ നീതിയും എൻ്റെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലത്തെ നൽകി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഒരുപക്ഷെ ദാവീദ് കടന്നു പോയ പോലെ ചില ഒറ്റപ്പെടലിൽ, ചില പ്രതിസന്ധികളിൽ, ജീവിതം മടുത്ത പോലെ, ഒലിവുമല കരഞ്ഞുകൊണ്ട് കയറിയ ദാവീദ് സാക്ഷ്യം പറയുക, എനിക്ക് ദൈവം പ്രതിഫലം നൽകി. എൻ്റെ കണ്ണുനീര് കണ്ട് എൻ്റെ ആ നീതിക്കൊത്ത വിധം ദൈവം എന്നോട് നീതി കാണിച്ചു, എന്നെ അനുഗ്രഹിച്ചു, എനിക്ക് പ്രതിഫലം നൽകി, എന്നെ സഹായിച്ചു എന്നൊക്കെ നമ്മുടെ ജീവിതത്തിലും ദാവീദിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വചനത്തോട് ചേർത്ത് ചിന്തിച്ച് പ്രാർത്ഥിക്കണം. ഈ വചനത്തോട് ചേർത്ത് വെച്ച്, എൻ്റെ കുടുംബത്തിൽ ഇന്ന കാര്യം, എൻ്റെ കുടുംബത്തിൽ ഈ കാര്യം, ദൈവമേ സഹായിക്കണമേ, ദൈവമേ അനുഗ്രഹിക്കണമേ. കണ്ണുനീരിന് പകരം പ്രതിഫലം നൽകുന്ന, നീതിക്കൊത്ത വിധം നമ്മളോട് പെരുമാറുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ ബുധനാഴ്ച ദിവസം ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ അനുഭവങ്ങളെ തരികയാണ്. കയറ്റം കയറുമ്പോൾ കിതയ്ക്കുന്ന പോലെ ജീവിതത്തിൽ കിതയ്ക്കുന്നവരും മടുത്തവരൊക്കെ ഉണ്ട്. സഹായിക്കണമേ. നീതിക്കൊത്ത പ്രതിഫലം നൽകണമേ. പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന സകലരുടെയും പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ അനുഗ്രഹിക്കണമേ. ഈ ജനത്തെ കൈവിടരുതേ, ഈ കുടുംബത്തെ കൈവിടരുതേ. ഒരു ദോഷവും വരാൻ സമ്മതിക്കരുത്, ഒരു അനർത്ഥവും വരരുത്, ഒരു തിന്മയും വരരുത്. സമർത്ഥമായി ജനത്തെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ യാത്രകളിൽ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ.
ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും തരണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ ഒരനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മളിലൂടെ അനേകർ ദൈവത്തെയും ദൈവവചനത്തെയും അറിയാനിടവരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായിടത്തോളം ആളുകളിൽ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കണം. അനേകർ കേൾക്കാനിടയാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ഇന്ന് ആശംസിക്കുന്നു. നാളെയും 5:30, നാളെ വ്യാഴാഴ്ചയാണ്. നാളെ 5:30 തന്നെ വചനം കേൾക്കാൻ ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.